Hi students, welcome to my channel Surya Hindi Tutorial. അപ്പോൾ ഇന്ന് ഞാൻ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ചാപ്റ്റർ നമ്പർ 1 പുൽ ബനി ഥി മാ അതാണ് പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഇതൊരു കവിതയാണ്. ഈ കവിത നമ്മൾ വായിക്കുന്നതിൻ്റെ മുന്നേ നമുക്കൊന്ന് പേജ് നമ്പർ 7 ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. അപ്പോൾ ഈ പേജ് നമ്പർ 7-ൽ നമുക്കൊരു പിക്ചർ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു 3 ലൈൻസ് എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം ഈ 3 ലൈൻസിൻ്റെ മീനിങ് എന്താണെന്ന്. മയ്യ കി ആയി വൃദ്ധാശ്രം സെ ചിട്ടി कैसे हो बेटा. മയ്യ മയ്യ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അമ്മ. മയ്യ കി ആയി വൃദ്ധാശ്രം സെ ചിട്ടി. വൃദ്ധാശ്രം മീൻസ് വൃദ്ധസദനം. ചിട്ടി എന്ന് പറഞ്ഞാൽ അർത്ഥമാണ് ലെറ്റർ. അപ്പോൾ ഒരു ലെറ്റർ വന്നിട്ടുണ്ട് വൃദ്ധാശ്രമത്തിൽ നിന്നും. ആരാണ് ആ ലെറ്റർ എഴുതിയത്? ഒരു അമ്മയാണ് ആ ലെറ്റർ എഴുതിയത്. അമ്മ എന്താണ് ആ ലെറ്ററിൽ എഴുതി ചോദിക്കുന്നത്? कैसे हो बेटा, എങ്ങനെയുണ്ട് മകനെ. അപ്പോൾ ഈ ലൈൻസ് വായിക്കുമ്പോൾ തന്നെ നമ്മളെ മൈൻഡിൽ ഒരു ക്വസ്റ്റ്യൻ റേസ് ചെയ്യുന്നുണ്ട്. അമ്മ വൃദ്ധാശ്രമത്തിൽ എങ്ങനെ എത്തി? അപ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു സംഗതിയാണ്, എത്രയോ കുട്ടികൾ ഇപ്പോഴത്തെ മോഡേൺ ലൈഫിൽ അച്ഛനും അമ്മയുടെയും റെസ്പോൺസിബിലിറ്റി എടുക്കാൻ അവർ തയ്യാറല്ല. അങ്ങനെ അവരെന്താ ചെയ്യുന്നത്? അച്ഛനും അമ്മേനൊക്കെ വൃദ്ധാശ്രമത്തിൽ കൊണ്ടിടുന്നു. പക്ഷെങ്കിൽ അവിടെ ഇരുന്നിട്ടും അച്ഛനായാലും അമ്മയായാലും എപ്പോഴും കുട്ടികളെ പറ്റിയാണ് അന്വേഷിക്കുന്നത്. അവർക്ക് സുഖമാണോ? അതുപോലെ തന്നെയാണ് ഈ കത്തിലും ഒരു അമ്മ എഴുതി ചോദിക്കുന്നത്, എങ്ങനെയുണ്ട് മകനെ. അപ്പം കുട്ടികളെ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്ന കവിത പുൽ ബനി ഥി മാ, അതും ഒരു അമ്മയുടെ ജീവിത കഥയാണ്. അത് നരേന്ദ്ര പുണ്ഡ്രിക് ജി കവിതാ രൂപത്തിൽ നമ്മളെ മുന്നിൽ പ്രസ്തുതി ചെയ്തതാണ്. അപ്പം നമുക്ക് കവിത വായിച്ച് നോക്കാം എന്തൊക്കെയാണ് ആ കവിതയിൽ ഉള്ളത്. കവിത വായിക്കുന്നതിന് മുന്നേ നമുക്ക് നരേന്ദ്ര പുണ്ഡ്രിക് ജിയുടെ ഒരു പ്രൊഫൈൽ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കാം. नरेंद्र पुंडरीक 15 जनवरी 1958 को उत्तर प्रदेश के बांदा में जन्म. ഉത്തർപ്രദേശിലെ ബാന്ത എന്ന് പറയുന്ന സ്ഥലത്താണ് അയാൾ ജനിച്ചത്. എപ്പോഴാണ് ജനിച്ചത്? 15 जनवरी 1958, 15 जनवरी 1958. समकालीन हिंदी कविता के महत्वपूर्ण कवियों में से एक. സമകാലീൻ കണ്ടംപററി. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടംപററി ഹിന്ദി കവിതകളിൽ അയാൾക്കൊരു വളരെ മഹത്വപൂർണ്ണ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കവിയുടെ സ്ഥാനമാണ് ഉള്ളത്. ആലോചന एवं संपादन के क्षेत्र में सक्रिय. आलोचना मीन्स क्रिटिसिज्म एवं संपादन एडिटिंग के क्षेत्र में ആ ഏരിയയിൽ സക്രിയ മീൻസ് ആക്റ്റീവ്. അപ്പോൾ ആലോചന ഏവം സമ്പാദൻ കെ ക്ഷേത്രമേ സക്രിയ. അയാൾ വളരെ ആക്റ്റീവാണ് 2 ഏരിയാസിൽ. അതിൽ ഏതൊക്കെ ഏരിയയാണ്? ക്രിറ്റിസിസം, ആലോചന ഏവം സമ്പാദൻ, എഡിറ്റിംഗ്. ഈ 2 ഏരിയയിലും അയാൾ വളരെ ആക്റ്റീവാണ്. അയാൾ എഴുതിയ കവിത സങ്കലൻ, പ്രമുഖ കവിത സങ്കലൻ, നംഗേ പാँव का रास्ता, सातों आकाशों की लाडली, इन्हें देखने दो ഇത്നി സി ദുനിയ ഇസ് പൃഥ്വി കി വിരാട്ടത മേ. അപ്പോൾ ഇതൊക്കെ അയാൾ എഴുതിയ കവിതകളാണ്. അപ്പോൾ എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇയാളുടെ ഈ പ്രൊഫൈലൊന്ന് നല്ലോണം പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ കവിത വായിച്ച് നോക്കാം. കവിതയുടെ ഹെഡിങ് ആണ് പുൽ ബനി ഥി മാ. പുൽ എന്ന് പറഞ്ഞാൽ അർത്ഥമാണ് പാലം. പുൽ ബനി ഥി മാ എന്ന് പറഞ്ഞാൽ അമ്മയൊരു പാലമായി മാറുന്നു. ഈ പാലം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പാലത്തിൻ്റെ യൂസാണ് 2 ഭാഗങ്ങളെയും യോജിപ്പിക്കുക. അപ്പോൾ അതുപോലെയാണ് അമ്മ. പരിവാരത്തിലെ എല്ലാ സദസ്യങ്ങളെയും അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് അമ്മ. അതുകൊണ്ടാണ് എല്ലാ ഫാമിലിയും വളരെ സ്മൂത്തായി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സമയം ആ ഒരു കാരണം കൊണ്ടായിരിക്കും നരേന്ദ്ര പുണ്ഡ്രിക് ഈ കവിതയ്ക്ക് അങ്ങനെ ഒരു പേരിടാൻ കാരണം. അപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റാൻജ വായിച്ച് നോക്കാം. അതിൻ്റെ അർത്ഥം നല്ലോണം മനസ്സിലാക്കാം. അതുപോലെ തന്നെ എല്ലാ കുട്ടികളും കോൺസണൻസ് വെച്ച് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ കവിത വായിക്കാൻ.
हम भाइयों के बीच पुल बनी थी माँ, जिसमें आए दिन दौड़ती रहती थी बेधड़क, बिना किसी हरी लाल बत्ती के हम लोगों की छुक छुक छक छक. हम भाइयों के बीच ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ പുൽ ബനി थी മാ അമ്മ ഒരു പാലം പോലെ ആയിരുന്നു. ജിസ്മേ ആയ ദിൻ അതിൽ എപ്പോഴും ദോടത്തി രഹത്തി थी ഓടിക്കൊണ്ടേയിരിക്കുന്നു. ബേധടക് ബേധടക് എന്ന് പറഞ്ഞാൽ ഒരു തടസ്സവുമില്ലാതെ. ബിനാ കിസി ഹരി ലാൽ ബത്തി കെ ഒരു തരത്തിലെയും ഗ്രീൻ സിഗ്നലോ, ഹരി മീൻസ് ഗ്രീൻ സിഗ്നൽ, അതുപോലെ ലാൽ എന്ന് പറഞ്ഞാൽ റെഡ്, ബത്തി എന്ന് പറഞ്ഞാൽ സിഗ്നൽ. അപ്പോൾ ബിനാ കിസി ഹരി ലാൽ ബത്തിക്ക് ഒരു തരത്തിലെയും ഗ്രീൻ സിഗ്നലോ റെഡ് സിഗ്നലോ ആവശ്യം ഇല്ലാതെ ഹം ലോഗോं की ചുക് ചുക് ചക് ചക് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ചുക് ചുക് ചക് ചക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം തീവണ്ടിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹം ലോഗോं की ചുക് ചുക് ചക് ചക് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തീവണ്ടി. ഒന്നും കൂടിയും നമുക്കത് മനസ്സിലാക്കിയെടുക്കാം. ഹം ഭായിയോ കെ ബീച്ച് പുൽ ബനി थी മാ ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ അമ്മ ഒരു പാലം പോലെ ആയിരുന്നു. ജിസ്മേ ആയ ദിൻ ദോടത്തി രഹത്തി थी बेधड़क, बिना किसी हरी लाल बत्ती के हम लोगों की छुक छुक छक छक ഒരു തടസ്സവുമില്ലാത്ത തീവണ്ടിയെ പോലെ ഓടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു ഞങ്ങളെ ജീവിതം. മീൻസ് ഒരു തീവണ്ടിക്ക് ഓടണമെങ്കിൽ ഒരു സിഗ്നലിൻ്റെ ആവശ്യമുണ്ടാകും. എപ്പോഴും നിൽക്കണമെങ്കിലും ഓടണമെങ്കിലും സിഗ്നൽ മസ്റ്റാണ്, അതില്ലാതെ തീവണ്ടിക്ക് ഓടാൻ പറ്റില്ല. പക്ഷേങ്കിൽ കവി പറയാണ് ഞങ്ങളെ ജീവിതത്തിൻ്റെ തീവണ്ടി, ചില തീവണ്ടിയെ ജീവിതത്തിനെയാണ് കമ്പയർ ചെയ്ത് പറയുന്നത്. അപ്പം ഞങ്ങളെ ജീവിതം ഒരു തടസ്സവുമില്ലാത്ത തീവണ്ടിയെ പോലെ, ഒരു സിഗ്നലിൻ്റെ ആവശ്യവുമില്ലാത്ത തീവണ്ടിയെ പോലെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങളെ അമ്മ ഞങ്ങളെ ജീവിതത്തിൽ ഒരു പാലം പോലെ എപ്പോഴും ഉണ്ടായിരുന്നു. എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, അപ്പം എന്നാൽ നമുക്ക് സെക്കൻഡ് സ്റ്റാൻജ നോക്കാം. पिता के बाद हम भाइयों के बीच पुल बनी माँ, अचानक नहीं टूटी, धीरे धीरे टूटती रही. हम देखते रहे और मानते रहे कि बूढ़ा रही है माँ. पिता के बाद അച്ഛൻ്റെ മരണശേഷം, കെ ബാദ് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ മരണശേഷം, ഹം ഭായിയോ കെ ബീച്ച് ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ പുൽ ബനീമ, ഇവിടെ ശ്രദ്ധിച്ചോളൂ, പുൽ ബനി ഥീമ എന്നല്ല, പുൽ ബനീമ. അപ്പോൾ പുൽ ബനീമ എന്നർത്ഥം എന്താണ്? അമ്മ ഒരു പാലം തന്നെ ആയി മാറി. അച്ചാനക് നെഹി ടൂട്ടി, അച്ചാനക് മീൻസ് സഡൻലി, പെട്ടെന്ന്. നെഹി ടൂട്ടി അല്ല പൊട്ടിയത്, ടൂട്ടി മീൻസ് പൊട്ടിയത്. ധീരെ ധീരെ ടൂട്ടത്തി രഹി, ധീരെ ധീരെ സ്ലോലി സ്ലോലി, പതിയെ പതിയെ. ടൂട്ടത്തി രഹി പൊട്ടിക്കൊണ്ടേ ഇരുന്നു. ഹം ദേഖത്തെ രഹേ, ഹം ദേഖത്തെ രഹേ മീൻസ് ഞങ്ങൾ നോക്കിക്കൊണ്ടേയിരുന്നു. മാനത്തെ രഹേക്ക് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടേയിരുന്നു. ബൂഢാ രഹി ഹേമ, അമ്മ ഇപ്പോൾ ബൂഢാ രഹേ മീൻസ് വൃദ്ധയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. താക്കെ ബാദ് അച്ഛൻ്റെ മരണശേഷം, ഹം ഭായിയോ കെ ബീച്ച് ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ, പുൽ ബനീമ അമ്മ ഒരു ബ്രിഡ്ജ് തന്നെയായി മാറി. അർത്ഥം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ മരിച്ചതിൻ്റെ ശേഷം എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഇപ്പോൾ അമ്മയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ വളർത്തി വലുതാക്കുന്ന എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഇപ്പം അമ്മയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അച്ചാനക് നിഹി ടൂട്ടി, പെട്ടെന്നല്ല പൊട്ടിയത്. ഇപ്പോൾ ഇവിടെ അർത്ഥം പൊട്ടിയത് എന്നല്ല, അമ്മ പൊട്ടിപ്പോയി എന്നല്ല അർത്ഥം. അമ്മ മാനസികമായിട്ടും ശാരീരികമായിട്ടും ക്ഷീണിച്ചു എന്നുവെച്ചാൽ പെട്ടെന്നല്ല അമ്മ മാനസികമായിട്ടും ശാരീരികമായിട്ടും ക്ഷീണിച്ചത്. ധീരെ ധീരെ ടൂട്ടിത്തി രഹി, പതിയെ പതിയെ ക്ഷീണിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. ഹം ദേഖത്തെ രഹേ ഞങ്ങൾ നോക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അമ്മ ഇങ്ങനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ക്ഷീണിക്കുന്നത് ഞങ്ങൾ നോക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. മാനത്തെ രഹേക്ക് എന്നിട്ട് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നത്? അമ്മയിൽ നിന്ന് ഈ മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള മാറ്റം കൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നുണ്ടായിരുന്നു. ബൂഢാ രഹി ഹേമ, അമ്മ ഇപ്പോൾ വൃദ്ധയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, വൃദ്ധയാവുന്ന സമയം മാനസികമായും ശാരീരികമായും കുറേ മാറ്റങ്ങൾ നമ്മൾ വ്യക്തിയിലേക്ക് വരും. അപ്പോൾ ഇവിടെ കവിയും അത് തന്നെയാണ് പറയുന്നത്. അച്ഛൻ്റെ മരണശേഷം ഞങ്ങൾ
സഹോദരങ്ങൾക്കിടയിൽ അമ്മ ഒരു പാലം തന്നെയായി മാറി. എല്ലാ റെസ്പോൺസിബിലിറ്റി അമ്മയാണ് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്നല്ല അമ്മ മാനസികമായിട്ടും ശാരീരികമായിട്ടും ക്ഷീണിച്ചത്. പതുക്കെ സ്ലോലിയാണ് ക്ഷീണിച്ചു കൊണ്ടിരിക്കുന്നത്. ഞങ്ങളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങളത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അമ്മ ഇപ്പോൾ വൃദ്ധയായിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലോണം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ വെറുതെ ഒന്ന് വായിച്ചു തരാം. എക്സ്പ്ലനേഷൻ ഇനിയില്ല. എക്സ്പ്ലനേഷൻ തരാൽ പിന്നെ കൺഫ്യൂഷൻസ് ഉണ്ടാകും. അപ്പോൾ ഇതൊന്ന് ശരിയായ കോൺസണൻസ് വെച്ച് എങ്ങനെയാണ് എപ്പോഴും വായിച്ച് പഠിക്കണമെന്ന് ഒന്നും കൂടി ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. ഹം ഭായിയോं के बीच पुल बनी थी माँ, जिसमें आए दिन दौड़ती रहती थी बेधड़क, बिना किसी हरी लाल बत्ती के हम लोगों की छुक छुक छक छक. पिता के बाद हम भाइयों के बीच पुल बनी माँ अचानक नहीं टूटी, धीरे धीरे टूटती रही. हम देखते रहे और मानते रहे कि बूढ़ा रही है माँ. അപ്പോൾ എല്ലാ കുട്ടികളും ഇതുപോലെ തന്നെ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ തേർഡ് സ്റ്റാൻജ നമുക്ക് വായിച്ചു നോക്കാം. माँ के बार बार कहने को हम मानकर चलते रहे, उसके बूढ़े होने की आदत और अपनी हर आवाज़ में धीरे धीरे टूटती रही माँ. माँ के बार बार कहने को, അമ്മ ഒരു കാര്യം തന്നെ പിന്നെയും ആവർത്തിച്ചു കൊണ്ട് പറയുമ്പോൾ, ബാർ ബാർ കഹനേക്കോ മീൻസ് പിന്നെയും ആവർത്തിച്ചു കൊണ്ട് പറയുമ്പോൾ, ഹം മാൻകർ ചലത്തെ രഹേ ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടേയിരുന്നു. ഉസ്കെ ബൂഢേ ഹോനെ കി ആദത് മീൻസ് ഹാബിറ്റ്, സ്വഭാവം. ഉസ്കെ ബൂഢേ ഹോനെ കി ആദത് മീൻസ് അമ്മ ഇപ്പം വൃദ്ധയായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് സ്വഭാവത്തിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ. അപ്നി ഹർ ആവാസ് മേ ധീരെ ധീരെ ടൂട്ടി രഹി മാ, അപ്പോൾ അമ്മയുടെ ശബ്ദവും ഇപ്പം ക്ഷീണിച്ചു തുടങ്ങി. അതുപോലെ തന്നെ ധീരെ ധീരെ ടൂട്ടി രഹി മാ, പതിയെ അമ്മ എല്ലാ രീതിയിലും ക്ഷീണിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം നമുക്കറിയാം വൃദ്ധയാവുന്ന സമയം കുറേ മാറ്റങ്ങൾ വരും. അതുപോലെ തന്നെ വൃദ്ധയായ വ്യക്തികൾ എന്താണ് ചെയ്യുക, ഒരു കാര്യം തന്നെ പിന്നെയും ആവർത്തിച്ചു കൊണ്ട് പറയും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ലൈഫിൽ അത്രയും എക്സ്പീരിയൻസ് ഉണ്ടാവും നമ്മളെ കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ കവിയും ഇവിടെ പറയുന്നതാണ്, അമ്മയിൽ ഈ മാറ്റങ്ങളൊക്കെ കാണുന്ന സമയം ഞങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങി, ഞങ്ങൾ അമ്മയും വൃദ്ധയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫോർത്ത് സ്റ്റാൻജ ഒന്ന് വായിച്ചു നോക്കാം. हाथों हाथ रहती माँ एक दिन हमारे कंधों में आ गई, धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में माँ का भारी होना. हाथों हाथ रहती माँ മീൻസ് കുട്ടികൾ സ്നേഹത്തിലും വാത്സല്യത്തിലും ഒക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അമ്മ ഏക് ദിൻ ഹമാരെ കന്ധോ മേ ആ ഗയി, കന്ധോ മീൻസ് ചുമലിൽ. അപ്പോൾ ഒരു ദിവസം ആ അമ്മ ഞങ്ങളുടെ ചുമലിലായി. ധീരെ ധീരെ മെഹസൂസ് കർണേ ലഗേ ഹം, ധീരെ ധീരെ മീൻസ് സ്ലോലി മെഹസൂസ് ഫീൽ. അപ്പോൾ സ്ലോലി ഞങ്ങൾ ഫീൽ ചെയ്യാൻ തുടങ്ങി. കർണേ ലഗേ മീൻസ് ചെയ്യാൻ തുടങ്ങി. അപ്നെ വൃഷഭ് കന്ധോമേ, വൃഷഭ് മീൻസ് ശക്തമായ സ്ട്രോങ്. അപ്പോൾ അപ്നെ വൃഷഭ് കന്ധോമേ ഞങ്ങളുടെ ശക്തമായ സ്ട്രോങ് ആയ ചുമലിൽ മാ കാ ഭാരി ഹോന അമ്മ ഒരു ഭാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, അച്ഛൻ്റെ മരണശേഷം അമ്മ കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റി ഒക്കെ എടുത്ത് ജീവിതം വളരെ സ്മൂത്തായി മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേങ്കിൽ ഇപ്പോൾ അമ്മ വൃദ്ധയായ സമയത്ത് കുട്ടികൾക്ക് അമ്മയുടെ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത് ഒരു ഭാരമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഫിഫ്ത്ത് ആൻഡ് ലാസ്റ്റ് സ്റ്റാൻജ നമുക്ക് വായിക്കാം. जब तक जीवित रही माँ हम बदलते रहे अपने कंधे, माँ आखिर माँ ही तो है, बार बार हमें कंधे बदलते देख हमारे कंधों से उतर गई माँ, और माँ के कंधों से उतरते ही उतर गए हमारे कंधे. जब तक जीवित रही माँ, അമ്മ ജീവിച്ചിരിക്കുന്ന കാലം വരെ
हम बदलते रहे अपने कंधे. ഞങ്ങൾ മാറി മാറി അമ്മയെ ചുമന്നുകൊണ്ടേയിരുന്നു. മാ ആഖിർ മാ ഹി തോ ഹെ. അമ്മ അമ്മയാണല്ലോ. ബാർ ബാർ ഹമേ കന്ധേ ബദൽത്തേ ദേഖ്. വീണ്ടും വീണ്ടും ഞങ്ങൾ ഭാരം മാറുന്നത് കണ്ടപ്പോൾ ഹമാരെ കന്ധോ സെ ഉത്തർ ഗയി മാ. ഞങ്ങളുടെ ചുമരിൽ നിന്നും ഇറങ്ങിപ്പോയി അമ്മ. മീൻസ് അമ്മ ഇതൊക്കെ കണ്ട് വിഷമം സഹിക്കാതെ ഒരു ദിവസം മരിച്ചു പോകുന്നു. ഓർ മാ കെ കന്ധോ സെ ഉത്തർത്തേ ഹി. അമ്മ ചുമരിൽ നിന്നും ഇറങ്ങിയതോടെ ഉത്തർ ഗയേ ഹമാരെ കന്ധേ. ഞങ്ങളിപ്പോൾ അനാഥരായി. കവി പറയാണ്, അമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഭാരമായി തോന്നി, പക്ഷെങ്കിൽ അമ്മ മരിച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഞങ്ങളിപ്പോൾ അനാഥരായി. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ കുട്ടികളും വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാം. 3rd, 4th and 5th സ്റ്റാൻജ വിത്തൗട്ട് എക്സ്പ്ലനേഷൻ ഒന്ന് നിങ്ങൾക്ക് വായിച്ചു തരാം. माँ के बार बार कहने को हम मानकर चलते रहे. उसके बूढ़े होने की आदत और अपनी हर आवाज़ में धीरे धीरे टूटती रही माँ. हाथों हाथ रहती माँ एक दिन हमारे कंधों में आ गई. धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में माँ का भारी होना. जब तक जीवित रही माँ हम बदलते रहे अपने कंधे. माँ आखिर माँ ही तो है. बार बार हमें कंधे बदलते देख हमारे कंधों से उतर गई माँ. और माँ के कंधों से उतरते ही उतर गए हमारे कंधे. അപ്പോൾ എല്ലാ കുട്ടികൾക്കും നല്ലവണ്ണം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ കോൺസണൻസ് വെച്ച് നല്ല രീതിയിൽ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഈ കവിത നല്ലോണം ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒരു ലൈക്ക് തരുമോ? അതുപോലെ തന്നെ ഈ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷൻ ത്രൂ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വേഗം തന്നെ മനസ്സിലാകും. അതുപോലെ ഒന്ന് എല്ലാ ഫ്രണ്ട്സുമാരടുത്തൊന്ന് ഷെയർ ചെയ്യുക. വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് പോലെ തന്നെ അവർക്ക് എല്ലാവർക്കും കിട്ടിക്കോട്ടെ. ഓക്കെ so then thank you so much for watching my video. Please take care, stay home, stay safe.